ഇന്നത്തെ നമ്മളെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ മിഷണറീസിന് ഒരുപാട് വലിയ സ്വാധീനമുണ്ട്. കാരണം നമ്മുടെ പഴയ കാലഘട്ടത്തിൽ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ആ ഒരു കൺസെപ്റ്റിലെ പണ്ട് സർവകലാശാലകളൊക്കെ ഉണ്ടായിരുന്നു. തക്ഷശില, അതുപോലെ നളന്ദ തുടങ്ങിയുള്ള ഒരുപാട് സർവകലാശാലയും വിദ്യാഭ്യാസപരമായിട്ട് വളരെ ഉന്നതിയിൽ നിന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും ഈ ആധുനിക കാലഘട്ടത്തിനെ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ ഒരു അപ്ഡേഷൻസ് വന്നത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് വന്നൊരു എഡ്യൂക്കേഷൻ മാറ്റം തന്നെയാണ്. ശരിക്കും അത് വളരെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിപ്പോഴും നമുക്ക് ശരിക്കും അനുകരണീയമായ ഒരു മാതൃക തന്നെയാണ്. കാരണം ഞാൻ പറയാൻ കാരണം വെച്ചാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു മിനിമം ഒരു 10-15 വയസ്സൊക്കെ കഴിഞ്ഞാൽ അവർ എഡ്യൂക്കേഷൻ്റെ കൂടെ അവർക്ക് അവരുടേതായ ആ പഠനത്തിനാവശ്യമായ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുന്ന ഒരു സിസ്റ്റം കൂടിയുണ്ട്. ചെറിയ തോതിൽ ഒരു പാർട്ട് ടൈം വർക്കായിട്ട് നമ്മൾ ഈ ഇന്ത്യയിലേക്ക് അത് നോക്കണം, അല്ലെങ്കിൽ എസ്പെഷ്യലി നമ്മൾ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കുറേ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് തോന്നുന്നു. ബാംഗ്ലൂരു, ഡൽഹിയിലൊക്കെ ഇങ്ങനെ അവനവൻ്റെതായ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു 24 വയസ്സ് 25 വയസ്സ് വരെ ഒരു എഡ്യൂക്കേഷണൽ പീരിയഡ് വരുന്നുണ്ട്. അതുവരെ അവർ പാരൻസിനെ ഡിപ്പെൻഡബിളാണ്. അതൊന്ന് മാറ്റം വരേണ്ട ഒരു കാലഘട്ടം ശരിക്കും അതിക്രമിച്ചു. കാരണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരിക്കലും ഒരു പ്രൊഫഷണൽ സ്റ്റൈലിലേക്ക് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ വേണ്ട മാർഗത്തിനെ കുറിച്ചിട്ട് ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. ഇപ്പോഴും നമ്മൾ ഈ പോസിറ്റീവ് A+B തന്നെ പഠിപ്പിച്ചിട്ട് അത് എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളതും കൂടി ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകത ജീവിതത്തിൽ വരാത്ത ചില സാഹചര്യങ്ങളിലൂടെയാണ് ഒരു 90% ആൾക്കാരും കയറിപ്പോകുന്നത്. അതൊരു വലിയ ഘടകമാണ്. അത് വലിയൊരു ഘടകമാണെന്ന് വെച്ചാൽ ഓരോ കുട്ടികളിലും ഓരോരോ വാസന ഉണ്ട്. ആ വാസന ഡെവലപ്പ് ചെയ്ത് വന്നാൽ അവർക്ക് എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഈ ഒരു സബ്ജക്റ്റിൽ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു SLC കഴിഞ്ഞ ഉടനെ ആ കുട്ടിയുടെ വാസനയുമായി ബന്ധപ്പെട്ട് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ആ സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിലേക്ക് അപ്രന്റീസായിട്ട് പോയിട്ട് ഓർക്കൊരു ചെറിയൊരു സ്റ്റൈപ്പൻഡ് എന്ന നിലയ്ക്ക് ഓർക്കൊരു മന്ത്ലി ഇൻകം കൂടെ സെറ്റ് ചെയ്യുകയാണ്. കാരണം ഈ 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഇപ്പം ഈ പഠിപ്പ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവാണ്. അപ്പോൾ ഇവർ കഴിഞ്ഞ് ജോലി ആകുന്നത് വരെ ഒരുവിധം മാതാപിതാക്കൾക്ക് മുഴുവനും വലിയൊരു ബേഡനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ പഠിപ്പിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാനിങ്ങിൻ്റെ അഭാവം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളിൽ. കാരണം ഈ 25 വയസ്സ് വരെ അല്ലെങ്കിൽ 24 വയസ്സ് വരെ പഠനം കഴിഞ്ഞിട്ടാണ് ഇനി എന്ത് എന്ന് ചിന്തിക്കുന്നത്. അതാണ് ശരിക്ക് നമ്മളൊരു 15-ാമത്തെ വയസ്സ് ഒരു 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വിഷൻ നമ്മളെ ലൈഫിനെ കുറിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ അത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മളെ പാരൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും തീർച്ചയായിട്ടും വേണം. വ്യക്തമായ ഈ ഓരോരുത്തരുടെ ടേസ്റ്റ് വ്യത്യസ്തമായിരിക്കും, ഓരോരുത്തരുടെ അഭിരുചി അവരുടെ കഴിവുകളൊക്കെ വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ കഴിവുകൾ സമന്വയിപ്പിച്ച് അവനെ അതാ വഴിക്ക് വിടാനുള്ളൊരു സംവിധാനം നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം. അത് കൊണ്ടുവരുന്ന നിർബന്ധമാണ് ശരിക്കും പറയാം. അങ്ങനെ ആവുമ്പോൾ ചില കുട്ടികളൊക്കെ വളരെ ഉയരത്തിലെത്തും. കാരണം ഓർക്ക് ഓരോ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് വളരുന്നത്. ഇപ്പം നമ്മൾ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ട്രാവൽ ആൻഡ് ടൂറിസം, അല്ലെങ്കിൽ ഇപ്പോൾ ചിലർക്ക് സിവിൽ സർവീസിനാണ് താല്പര്യം. അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ട് പോയാൽ മതി. ഇതെന്താന്ന് വെച്ചാൽ എല്ലാം വാരി വലിച്ച് പഠിച്ച് ലാസ്റ്റ് ഒന്നും ആവാതായി പോകും. ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ പഠിക്കുന്നത് എല്ലാ കുട്ടികൾക്ക് ജോലി കിട്ടുന്നു. കിട്ടിയ ജോലിക്ക് കുട്ടികൾ പോവുക. കാരണം വേറെ നിവൃത്തിയില്ല. കാരണം ജീവിക്കണ്ടേ. ഇവിടെ തൊഴിൽ സാധ്യതകൾ വളരെ കുറവാണ്, പരിമിതമാണ്. കാരണം ഇപ്പോഴത്തെ നമ്മളെ കേരളത്തിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി വിദ്യാർത്ഥികൾ പുറം രാജ്യങ്ങളെയും അല്ലെങ്കിൽ സ്റ്റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നൊരു എത്ര ആൾക്കാർ നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പം പറയുകയാണെങ്കിൽ ഒരുവിധ ആൾക്കാർ കംപ്ലീറ്റ് പുറത്താണ്, ഔട്ട് ഓഫ് കൺട്രിയാണ്. കാരണം നമ്മുടെ സംസ്ഥാനം പോട്ടെ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ള ഇത് പരിഗണിക്കുന്നില്ല. കാരണം പുറത്തു പോയ കുട്ടികളൊക്കെ പറയുന്നത് സ്റ്റൈൽ ഓഫ് ലിവിങ്, കോസ്റ്റ് ഓഫ് ലിവിങ്,
അത് തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്നുള്ള. അതെ അപ്പം ഈ ഒരു ഡിഫറൻസ് ഓർക്ക് ഫീൽ ചെയ്യുമ്പം ഓരോ കമ്പനിയിലുള്ള ആൾക്കാർക്കൊക്കെ, അതായത് ഓരോ ഫ്രണ്ട്സിനെ കംപ്ലീറ്റ് ഒരു സജസ്റ്റ് ചെയ്യും. കാരണം സ്റ്റൈൽ ഓഫ് ലീവിങ്ങും കോസ്റ്റ് ഓഫ് ലീവിങ്ങും മാറിക്കഴിഞ്ഞാൽ ലൈഫ് തന്നെ എൻറ്റയർലി ചേഞ്ചായി. അപ്പോൾ ഈ ഒരു ചേഞ്ച് കേരളത്തിലെ ഡെവലപ്പ്, അതായത് പ്രത്യേകിച്ച് നമ്മളെ മലബാർ ഏരിയ എന്ന് പറയുമ്പം അതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പം ഔട്ട്സോഴ്സാണ്. കാരണം മിഡിൽ ഈസ്റ്റിൻ്റെ ഫണ്ടാണ് നമ്മളെ കേരളത്തിൻ്റെ ഒക്കെ ഏറ്റവും വലിയ ഘടന. കാരണം എന്താ, ഏത് ബിൽഡിംഗ് എടുത്ത് അന്വേഷിച്ച് നോക്കിയാലും 90% ഗൾഫിലുള്ള ആളുകളിലാണ് ബിൽഡിംഗ് ഒക്കെ. അപ്പം അതായത് ഗൾഫിലുള്ള ഫണ്ട് ഇവിടെ ഇല്ല എങ്കിൽ ഇവിടെ ബിസിനസ് ഇല്ല, ഇവിടെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ഇല്ല. അപ്പം ശരിക്കും വിദ്യാഭ്യാസം ഒരു +2 കഴിയുമ്പോഴേക്കും പാർട്ട് ടൈം ആയിട്ട്, പ്രത്യേകിച്ചും ആ കുട്ടിയുടെ സ്കില്ലനുസരിച്ചുള്ള ഒരു പാർട്ട് ടൈം ജോലി കൊടുത്താൽ കുട്ടി പഠിപ്പിലും ആ ജോലിയിലും എക്സ്പീരിയൻസ് ആയി. മാത്രമല്ല അതിന് വേറൊരു ഘടകം കൂടെ ഉണ്ട്. ഏത് ഡിഗ്രി കഴിഞ്ഞ് പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം മുമ്പിൽ, എക്സ്പീരിയൻസ് എവിടെയാണ്? ഈ കുട്ടിക്ക് എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുട്ടിയോടെങ്കിലും ജോലി ചെയ്യണ്ടേ? ഈ ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ ജോലി ആരെങ്കിലും കൊടുക്കണ്ടേ? ഇതൊന്നും ഇല്ലാതെ ഒരു കുട്ടിയോട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ട് എന്താ കാര്യം? വലിയൊരു വിഷയമാണ്. നമ്മൾ ഇനിയിപ്പോ ഈ ഒരു തലമുറയും കൂടി ഇങ്ങനെയൊക്കെ പോയി, ഇനി അടുത്തൊരു തലമുറ. കാരണം എന്താ വെച്ചാൽ നമ്മളെ എസ്പെഷ്യലി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാർഷിക സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ജീവിത രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ കാർഷിക വൃത്തി ഇനി നടക്കില്ല എന്ന് പറയാൻ കാരണം, നമ്മൾ പണ്ട് ഒരുപാട് ഒരു 3-4 ഏക്കർ ഇല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നില്ല. ഇന്നിപ്പോ 3-4 സെന്റായി കഴിഞ്ഞു. അതിനകത്ത് എവിടെ കാർഷിക കൃഷി? അതുകൊണ്ട് ഇനിയുള്ള വരും തലമുറയ്ക്ക് ഒരു കാർഷിക വൃത്തി ഒരു തൊഴിൽ മേഖലകളായിട്ട് കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ അവന് മറ്റു മേഖലകളിലേക്ക് ചേക്കേറേണ്ട കാലഘട്ടം അതിക്രമിച്ചു. അപ്പൊ അതിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് മുൻകൂട്ടിയിട്ട് തന്നെ കാണണം. അല്ലാതെ നമുക്ക് പണ്ടൊന്നും, എന്റെയൊക്കെ അച്ഛനൊക്കെ പറഞ്ഞിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നും ചിന്തിക്കാറില്ല. 10ാം ക്ലാസ് വരെ പോയില്ലെങ്കിൽ നേരെ തോട്ടത്തിക്കേണ്ട ഇറങ്ങും. അവർക്ക് അവിടെ കൃഷിയുണ്ട്, നെല്ലുണ്ട്, അടക്കയുണ്ട്, തേങ്ങയുണ്ട്, മാങ്ങുണ്ട്, അങ്ങനെ പോരും. ഒരു ചോദ്യമില്ല എന്താ ജോലി എന്നുള്ളത് അന്ന് ചോദിച്ചിരുന്നില്ല. ഇന്നിപ്പോ ആദ്യം പേര് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ചോദിക്കുന്നത് എന്താ ജോലി. അപ്പൊ ജോലി എന്തോ വേണം, എന്തോ വേറെന്താണ്, കൃഷിയല്ല എന്നുള്ളത് ആ ചോദ്യത്തിന് ചേഞ്ച്. അതായത് എത്രയും പെട്ടെന്നൊരു മാറ്റം തരണം. കാരണം ഒരു +2 കഴിയുന്നതോടുകൂടി അതായത് പാർട്ട് ടൈം ജോബും അതിനനുസരിച്ചിട്ടുള്ള എഡ്യൂക്കേഷനും കൂടെ രണ്ടും കൂടെ സമന്വയിപ്പിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇനി ലൈഫിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. കാരണം കുട്ടികൾക്കും പാരൻസിനൊക്കെ വലിയൊരു ബേർഡനായിട്ട് മാറാം. കാരണം അത്രയും എക്സ്പെൻസാണ്. കാരണം എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള സംവിധാനം വേറെ വഴിയില്ല, ജോലിയല്ല. അപ്പം അങ്ങനൊരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും.